സംസ്ഥാനത്താകെ വ്യാപിച്ചു കിടക്കുന്ന പാതിവില തട്ടിപ്പ് കേസിൽ കൂടുതൽ കോൺഗ്രസ് നേതാക്കളുടെ പേര് വെളിപ്പെടുത്തി പ്രതി അനന്തു കൃഷ്ണൻ. കോൺഗ്രസ് നേതാക്കൾ വാങ്ങിയത് ലക്ഷങ്ങളെന്ന് മൊഴി. മാത്യു കുഴൽനാടൻ MLA 7.5 ലക്ഷവും ഡീൻ കുര്യാക്കോസ് MP 45 ലക്ഷവും ഫ്രാൻസിസ് ജോർജ് 10 ലക്ഷം രൂപയും വാങ്ങിയെന്ന് പ്രതിയുടെ ഗുരുതര വെളിപ്പെടുത്തൽ. കേസ് ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘം അന്വേഷിക്കാൻ ഏറ്റെടുത്തു കഴിഞ്ഞു. മുഖ്യപ്രതി അനന്തു കൃഷ്ണനെ മൂവാറ്റുപുഴ കോടതി ഇന്ന് റിമാൻഡ് ചെയ്തു. വൈകുന്നേരം സാലി മുഹമ്മദിന്റെ വിശദമായ റിപ്പോർട്ടിലേക്ക്. ഈ പാതിവില തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ കുറേ വിവരങ്ങൾ പുറത്തു വന്നൊരു ദിവസമാണിന്ന്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 3 ജനപ്രതിനിധികൾ കോൺഗ്രസിൻ്റെ, 2 UDFിൻ്റെ 2 UDF MPമാരും മാത്യു കുഴൽനാടൻ MLAയും പണം വാങ്ങി എന്ന വിവരം അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഈ പ്രതി അനന്തകൃഷ്ണൻ മൊഴി നൽകിയിട്ടുണ്ട് എന്നതായിരുന്നു രാവിലെ പുറത്തു വന്ന വിവരം. ഏതായാലും അതിൽ സുപ്രധാനമായ കുറേ കാര്യങ്ങളുണ്ടായിരുന്നത്. എങ്ങനെ കൈമാറി, എവിടെ വെച്ച് കൈമാറി എന്നൊക്കെ അന്വേഷണ സംഘത്തിന് മുമ്പാകെ അനന്തകൃഷ്ണൻ കൈമാറിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് എന്നതായിരുന്നു വാർത്ത. ഏതായാലും അത് ഇപ്രകാരമാണ്. മാത്യു കുഴൽനാടൻ 7.5 ലക്ഷം രൂപ വാങ്ങി. ആ 7.5 ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ട് ആവശ്യപ്പെട്ടപ്പോൾ തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ വേണ്ട, രൊക്കം പൈസയായിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. അതാണ് ഒന്ന്. മറ്റൊന്ന് ഡീൻ കുര്യാക്കോസ് 45 ലക്ഷം രൂപ വാങ്ങി. അതിൽ 30 ലക്ഷം രൂപ ക്യാഷായിട്ടും 15 ലക്ഷം രൂപ അക്കൗണ്ടിലേക്കും. ഫ്രാൻസിസ് ജോർജ് 10 ലക്ഷം രൂപ ക്യാഷായിട്ട് വാങ്ങി. ഈ 3 കാര്യങ്ങളാണ് ഇന്ന് അയാൾ പറഞ്ഞിരുന്നത്. അത് രാവിലെ വാർത്തയായി വരികയും ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം അയാളെ കോടതിയിൽ ഹാജരാക്കി. കാരണം അയാളുടെ റിമാൻഡ് കാലാവധി, കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയായിരുന്നു. അതിനെ തുടർന്ന് കോടതിയിൽ ഹാജരാക്കി ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി. അപ്പോൾ അയാളോട് മാധ്യമപ്രവർത്തകർ ഈ വിവരങ്ങൾ ചോദിച്ചപ്പോൾ അയാളത് നിഷേധിക്കുകയുണ്ടായത്. ഒരു കാര്യം കൂടി ചേർത്ത് പറഞ്ഞു, തനിക്ക് ഭീഷണിയുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ 2 കാര്യങ്ങളാണ് ഇതിൽ അറിയേണ്ടത്. ഒന്ന്, അയാൾ അന്വേഷണ സംഘത്തിന് മുമ്പാകെ പറഞ്ഞ മൊഴി എന്തുകൊണ്ട് മാറ്റി മാധ്യമങ്ങളോട് പറഞ്ഞു. അതിൽ അയാൾ പറഞ്ഞ വസ്തുത, തനിക്ക് ഭീഷണിയുണ്ട് എന്നൊരു കാര്യം മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ എന്നീ കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഏതായാലും നാളെ അയാളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് അന്വേഷണ സംഘത്തിന് നിർണായക വിവരങ്ങൾ കോടതി മുമ്പാകെ സമർപ്പിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്തൊക്കെ മൊഴിയാണ് ഇയാൾ നൽകിയിട്ടുള്ളത്, ആരുടെ പേരൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പ്രാഥമിക വിവരങ്ങൾ ഒരു പക്ഷേ ആ റിപ്പോർട്ടിലുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഇന്ന് പുറത്തു വന്നു അയാൾ നിഷേധിച്ചതുമായ പേരുകൾ അവിടെ ഉണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്യു കുഴൽനാടനും ഫ്രാൻസിസ് ജോർജും ഒക്കെ തങ്ങൾക്കെതിരായ ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ആരോപണം തെറ്റാണ് എന്നാണ് ഇരുവരുടെയും വാദം. മറ്റൊന്ന്, പുതിയ അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് രൂപീകരിച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് SP സോജൻ്റെ നേതൃത്വത്തിലുള്ള ഏതാണ്ട് 80 പേരോളം വരുന്നൊരു സംഘമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 2 ദിവസത്തിനുള്ളിൽ സംഘം ഇവിടെ എറണാകുളത്ത് ചുമതലയേൽക്കും. അതിനുശേഷം വിശദമായ അന്വേഷണത്തിലേക്ക് കിടക്കും. സംസ്ഥാനത്ത് എല്ലായിടത്തും രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം ഈ അന്വേഷണ സംഘത്തിൻ്റെ കീഴിലേക്കായിരിക്കും വരിക. ഏതായാലും ഓരോ ദിവസം ചെല്ലും തോറും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ പല UDF നേതാക്കളും പെടുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്ന ചിത്രങ്ങൾ ഒക്കെ പുറത്തു വന്നിരുന്നു പലരുടെയും. അത് ഫ്രാൻസിസ് ജോർജിൻ്റെയും ഡീൻ കുര്യാക്കോസിൻ്റെയും മാത്യു കുഴൽനാടൻ്റെയൊക്കെ ചിത്രങ്ങൾ ഈ അനന്തകൃഷ്ണനുമായി ബന്ധപ്പെട്ട് ഒപ്പം നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. അന്നൊക്കെ പക്ഷേ പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളെന്ന നിലയ്ക്ക് പൊതുപരിപാടികളിൽ പങ്കെടുത്തു എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ ഇവർ പണം വാങ്ങി എന്ന വിവരങ്ങൾ കൂടെ വരുന്നതോടുകൂടി ഈ ആരോപണങ്ങളുടെ ഡെപ്ത് മാറുകയാണ്. ഏതായാലും UDFിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. UDF അതെങ്ങനെ വിശദീകരിക്കും എന്നാണ് അറിയേണ്ടത്. നിഷേധിച്ചിട്ട് കാര്യമില്ല. കാരണം വരും ദിവസങ്ങളിൽ ഇതിൻ്റെ തെളിവുകൾ പുറത്തുവിടും എന്നാണ് അനന്തകൃഷ്ണൻ ഈ അന്വേഷണ സംഘത്തോട് പറഞ്ഞിരിക്കുന്നത്. തൻ്റെ കൈവശം ഇവരൊക്കെ നിഷേധിച്ചാലും തൻ്റെ കൈവശം ഇതൊക്കെ കൈമാറിയതിന് തെളിവുകളുണ്ട്. ബാങ്ക് ട്രാൻസാക്ഷന് അതിൻ്റെ തെളിവുണ്ട്. മറ്റ് കൈമാറ്റങ്ങൾക്ക് പണം കൊടുത്തതിന് ശബ്ദ സന്ദേശം അടക്കമുള്ളവ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് ഇയാളുടെ മൊഴിയിലുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അതൊക്കെ പുറത്തു വരുമ്പോൾ ഈ ആരോപണങ്ങളുടെയും ഈ സ്കാമിൻ്റെയും ഈ തട്ടിപ്പിൻ്റെയും ഒരു ഡെപ്ത് വലിയ തോതിൽ മാറും. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയിലാണ് UDF നേതൃത്വം. ഓരോ നേതാക്കളുടെയും ജനപ്രതിനിധികളുടെയും പേര് ഓരോ ദിവസങ്ങളായി പുറത്തു വരുന്നു എന്നുള്ളതാണ് പ്രതിസന്ധി. കൊച്ചിയിൽ നിന്ന് സാലി മുഹമ്മദിന്റെ റിപ്പോർട്ടാണ് കണ്ടത്.